നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ, നാഷണൽ ഡിസ്ട്രിക്ട്. എല്ലാവർക്കും ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ചെസ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമാർന്ന ഒരു ഗെയിമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കാൻഡിഡേറ്റ്സ് 2024 കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ ഗുകേഷ് ഡി ആണ് ചാമ്പ്യനായിരിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ ഗുകേഷ് ഡി ഡിംഗ്ലറിനുമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നത് കാത്തിരിക്കുന്നവരാണ് നമ്മളേറെയും. എന്നാൽ ആ ഗെയിമിൽ വളരെ മാസ്മരികമായ ഗെയിമുകൾ കാഴ്ചവെച്ചവരാണ് ഇന്ത്യൻ പ്ലെയേഴ്സ്. ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിരുന്നത് പ്രജ്ഞാനന്ദ, വിദിത് സന്തോഷ് ഗുജറാത്തി, ഗുകേഷ് എന്നിവരാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ അതിൽ വിദിത് സന്തോഷ് ഗുജറാത്തി US ചാമ്പ്യനായിട്ടുള്ള ഹിക്കാരു നാക്കാമുറയുമായി കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വിദിത് സന്തോഷ് ഗുജറാത്തിയുടെ പ്രിപ്പറേഷന്റെ ഭാഗമായി നടന്നൊരു ഗെയിമായിരുന്നു. അദ്ദേഹം വളരെ മനോഹരമായി തന്നെ വേൾഡിൽ അറിയപ്പെടുന്ന വളരെ കരുത്തനായ ഹിക്കാരു നാക്കാമുറയെ പരാജയപ്പെടുത്തുകയുണ്ടായി. ആ ഗെയിം നമുക്കൊന്ന് പരിശോധിക്കാം. ഹിക്കാരു നാക്കാമുറ E4 കളിച്ചിട്ട് ഓപ്പൺ ചെയ്യായിരുന്നു. E5 കളിക്കുന്നു. വിദിത് നൈറ്റ് F3, E5 പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ് അവിടെ നൈറ്റ് ചെയ്യുന്നത്. ദെൻ നൈറ്റ് C6ലേക്ക് പോകുന്നു. E5 പോണിനെ ഡിഫെൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു പീസ് ഡെവലപ്മെന്റ്. ബിഷപ്പ് D5, റൂയി ലോപ്പസ് എന്ന് പറയുന്ന ഒരു അഗ്രസീവ് വേരിയേഷനിലേക്ക് നാക്കാമുറ പോയിരിക്കുകയാണ്. നൈറ്റ് F6 കളിക്കുന്നു. ബെർലിൻ ഡിഫൻസിലേക്ക് വിദിത് സന്തോഷ് ഗുജറാത്തി മാറിയിരിക്കുന്നു. ബെർലിൻ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പ്രതിരോധം തന്നെയാണ് ബ്ലാക്ക് തീർക്കുന്നത്. D3 കളിക്കുകയാണ്. ഈ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ബിഷപ്പ് C5, ഒരു പീസ് ഡെവലപ്മെന്റ്, അതോടൊപ്പം തന്നെ കാസൽ ചെയ്യാനുള്ള ഒരു നീക്കം. C3 കളിക്കുന്നു ഹിക്കാരു നാക്കാമുറ. നാക്കാമുറ പ്ലാൻ ചെയ്യുന്നത് എന്തെന്നാൽ കാസൽ ചെയ്തതിന് ശേഷം D4 പ്രിപ്പറേഷനിലാണ് C3 കളിക്കുന്നത്. അതോടൊപ്പം തന്നെ നൈറ്റിന്റെ C6ലെ നൈറ്റിന്റെ വിസിബിലിറ്റി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ കൂടെ ആ C3 എന്ന് പറയുന്ന മൂവിനുണ്ട്. മെയിൻ എയിം എന്ന് പറയുന്നത് D4 തന്നെയാണ്. സെൻട്രലിലേക്ക് ഒരു പോൺ ബ്രേക്ക് കൊടുക്കുക. സെൻട്രൽ പോൺ ബ്രേക്ക് കൊടുത്തതിന് ശേഷം സെൻട്രൽ പോൺ മെജോറിറ്റി ക്രിയേറ്റ് ചെയ്യുക, സെൻട്രൽ ഒരു ഫോഴ്സ് കൊടുക്കുക. ദെൻ ആ ഒരു അഡ്വാൻറ്റേജിൽ പീസുകളെ മെനോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് കാസൽ ചെയ്യുന്നു, വൈറ്റ് കാസൽ ചെയ്യുകയാണ്. D6 കളിക്കുന്നു. ഇവിടെ നാക്കാമുറ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു H3 കളിക്കുകയാണ്. H3 ഇത്തരം പൊസിഷനിലൊക്കെ H3 എന്ന് പറയുന്നത് നൈറ്റിന്റെയും ബിഷപ്പിനെയും G4 വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ചില സാഹചര്യങ്ങളിൽ ഈ H3 പോൺ എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് കൂടെയാണ്. അവിടെ ഒരു സാക്രിഫൈസ് പോലുള്ള കോമ്പിനേഷനുകൾ വർക്കൗട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അത് കിങ് സൈഡ് കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി കൂടുതലുണ്ട്. നമുക്ക് നോക്കാം അത് കളിയിൽ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. വിദിത് നൈറ്റ് E7ലേക്ക് കളിക്കുകയാണ്. ഇത്തരം വേരിയേഷനുകളിൽ നൈറ്റ് E7 പൊതുവെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മൂവ് തന്നെയാണ്. കാരണം ബിഷപ്പ് B6 കളിക്കുകയോ അല്ലെങ്കിൽ റൂക്കിനെ ഡെവലപ്പ് ചെയ്യുകയോ അത്തരം മൂവുകളാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. എന്നാൽ ഇവിടെ നൈറ്റ് E7 കളിച്ച് പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ് വിദിത് സന്തോഷ് ഗുജറാത്തി. D4 കളിക്കുന്നു നാക്കാമുറ. D4നെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ബിഷപ്പ് B6ലേക്ക് വരികയും അതിനുശേഷം D*E5 കളിക്കുകയും D*E5 കളിക്കുകയാണെങ്കിൽ D*E5 കളിക്കുകയും നൈറ്റ് E5 കളിക്കുകയാണെങ്കിൽ നൈറ്റ് E4 കളിക്കുകയായിരിക്കും ചെയ്യുക. അത് ഈക്വൽ ആയിട്ടുള്ള ഒരു വേരിയേഷൻ തന്നെയാണ്. ക്വീൻ എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ റൂക്ക് D8 ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ വളരെ സർപ്രൈസ് ആയിട്ട് വിദിത് കളിച്ച മൂവ് C6 ആണ്. ഇങ്ങോട്ട് നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യായിരുന്നു. ഈവൻ D*C5 കളിക്കുകയാണെങ്കിൽ C*B5 കളിക്കുകയും C*D6 കളിക്കുകയാണെങ്കിൽ നൈറ്റ് G6ലേക്ക് പോയതിനു ശേഷം D6 പോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലാക്കിന്റെ കൺട്രോളിലുള്ള പോണാണ്. അപ്പൊ അതിനെ ഫ്യൂച്ചറിൽ അറ്റാക്ക് ചെയ്ത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതൊരു ഐഡിയ ആണ് ഇവിടെ വിദിത് ഉപയോഗിച്ചത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ നാക്കാമുറ കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ബിഷപ്പിനെ D3ലേക്ക് കളിക്കുകയാണ്. ബിഷപ്പ് D3 ഇതും നാക്കാമുറ കളിച്ച ഈ മൂവ് വളരെ നല്ല മൂവ് തന്നെയാണ്. ബിഷപ്പ് D3, D*C5 മേ ബി കളിക്കാമായിരുന്നു. ബിഷപ്പ് D6 കളിക്കുന്നു. ഈ പൊസിഷൻ ഇപ്പൊ ഈക്വൽ പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. D*E5 ഇവിടെ പെട്ടെന്ന് കാണുമ്പോൾ E5 പോണിന് അൺപ്രൊട്ടക്റ്റഡ് ആണ്, സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ബട്ട് ഇതൊരു പ്രിപ്പറേഷന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വാസ്തവമായ കാര്യം. അതെങ്ങനെയാണ് ആ ഗെയിമിൽ വന്നത് നമുക്ക് നോക്കാം. നൈറ്റ് E5 കളിക്കുകയാണ് ഹിക്കാരു നാക്കാമുറ. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരുന്ന ഒരു മൂവ് തന്നെയായിരുന്നു അടുത്ത് വിദിത് കളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പ്രിപ്പറേഷന്റെ ഭാഗമായിരുന്നു. E4 കളിക്കുന്നു, റൂയി ലോപ്പസ് കളിക്കുന്നു നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കിയതിനു ശേഷം ആ ഓപ്പണിംഗിന്റെ അഗെയിൻസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പിന്റെ H3 കളിക്കുകയാണ്. സഡൻ ബിഷപ്പിന്റെ H3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ആ H3യിലെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാമല്ലോ. ബട്ട് അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്വീൻ D8ലേക്ക് പോയിട്ട് E5 ഇരിക്കുന്ന നൈറ്റിനെ അറ്റാക്ക് ചെയ്യും. ഈ സമയത്ത് നൈറ്റ് തിരിച്ച് F3യിലേക്ക് പോകാൻ സാധ്യമല്ല. കാരണം
ക്വീൻ G3 എന്ന് പറയുന്ന ഒരു മൂവ് ഇവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ദെൻ അതിനുശേഷം അവിടെ മേറ്റ് ക്രിയേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മറ്റൊരു കാര്യങ്ങളും പോസിബിൾ അല്ല. ആ നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ബിഷപ്പ് F3 എങ്ങനെ കളിക്കുകയാണെങ്കിൽ തിരിച്ച് ബിഷപ്പ് C7 കളിച്ചിട്ട് അതിനെ വീണ്ടും അറ്റാക്ക് ചെയ്യും. ബിഷപ്പ് G3 പോയാൽ ബിഷപ്പ് E5, F4 കളിച്ചാൽ ബിഷപ്പ് വീണ്ടും C7ലേക്ക് വരും. അത് ബ്ലാക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പൊസിഷനാണ്. കാരണം വൈറ്റിന്റെ കിങ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്കിന് കഴിഞ്ഞു. എന്നാൽ ഈ ഒരു മൂവ് കണ്ടതുകൊണ്ടാവണം നൈറ്റ് C4ലേക്ക് മൂവ് ചെയ്യാണ് നാക്കാമുറ ചെയ്തത്. C4ലേക്ക് മൂവ് ചെയ്തു, ബിഷപ്പ് G4. ഇവിടെ ബ്ലാക്ക് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തു. കാരണം ഇവിടെ ഒരു ടെമ്പോ കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് വിത്ത് ക്വീനെതിരെ ഒരു അറ്റാക്ക്. അപ്പൊ ക്വീൻ രക്ഷപ്പെടുത്തേണ്ടത് നാക്കാമുറയുടെ ഒരു ആവശ്യമാണ്. അദ്ദേഹം ക്വീൻ C2ലേക്ക് മൂവ് ചെയ്യുന്നു, ബിഷപ്പ് C7. ഇവിടെ പെയർ ബിഷപ്പിന്റെ ഒരു പ്ലേ തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ലോങ് ഡയഗണൽസ് കൺട്രോൾ ചെയ്യുന്നു. അതോടൊപ്പം ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ലോങ് റേഞ്ച് കൺട്രോൾ ചെയ്യുന്ന ബിഷപ്പുകളാണ്, ആക്റ്റീവ് ബിഷപ്പുകളാണ്. ദെൻ ഇവിടെ ഫൈറ്റിന്റെ ക്യാമ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് ഒട്ടനവധി പ്രോബ്ലംസ് ഉണ്ട്. നമുക്കറിയാം ഏതൊരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പീസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ബേസിക് റൂളാണ്. ഇവിടെ C1 ബിഷപ്പിനെയും B1 നൈറ്റിനെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും അത് രണ്ടും ഡെവലപ്ഡ് അല്ല. അതോടൊപ്പം തന്നെ A1 റൂക്കും പാസീവ് ആണ്. സോ E5 കളിക്കുന്നു, നൈറ്റ് D7. വീണ്ടും ആ ഒരു പോണിലേക്ക് തന്നെ ഒരു പ്രഷർ കൊടുക്കുകയാണ്. ബിഷപ്പ് ടേക്സ് H7, ചെക്ക്. ഒരു പോൺ H3 നഷ്ടപ്പെട്ട പോണ് H7 കിട്ടിയിരിക്കുന്നു. കിങ് H8ലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടുത്തെ മേജർ ത്രെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പീസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ G6 പോകും. അതുകൊണ്ട് തന്നെ അത്തരമൊരു ബിഷപ്പ് ട്രാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പീസ് ഡെവലപ്പ് ചെയ്യല്ല, മറിച്ച് ബിഷപ്പ് D3ലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ദെൻ B5 കളിച്ച് കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്കിന് നല്ലൊരു ഇനിഷ്യേറ്റീവ് പ്ലേ കിട്ടുന്നുണ്ട്. നൈറ്റ് E3 കളിക്കുകയാണ്. നൈറ്റ് E3 കളിക്കുന്ന സമയത്ത് E5 കളിച്ചിട്ടുള്ള ആ പോണിനെ നൈറ്റ് ഇൻറ്റു ക്യാപ്ചർ ചെയ്യണം. നൈറ്റ് ഇൻറ്റു E5 കളിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യാണ്. പോണിന്റെ എണ്ണം നോക്കിയാൽ 5 vs 5 തന്നെയാണ്. ബിഷപ്പ് E2ലേക്ക് പോകുന്നു. ബിഷപ്പ് E2ലേക്ക് പാസീവായി പോകുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പീസ് ഡെവലപ്മെന്റിൽ വൈറ്റ് കുറേയധികം പിന്നിൽ തന്നെയാണ്. F5 കളിക്കുന്നു. F5 കളിച്ച് ബ്ലാക്ക് ഇത് ക്ലിയർ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തി. ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ ആ ബിഷപ്പിനെ കൃത്യമായി ബാക്കപ്പ് ചെയ്യുകയാണ്. നൈറ്റ് ഇൻറ്റു G4 പ്രാക്ടിക്കലി ഇപ്പോൾ കളിക്കാനായിട്ട് പറ്റില്ല. നൈറ്റ് ഇൻറ്റു G4 കളിക്കുകയാണെങ്കിൽ F ഇൻറ്റു G4 കളിക്കുന്നു. അപ്പോൾ റൂക്കിന്റെ ഫയൽ സെമി ഓപ്പൺ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സെമി ഓപ്പൺ ഫയലിലേക്ക് കിങ് സൈഡിലേക്ക് ഒരു അറ്റാക്ക് വരും. അതോടൊപ്പം തന്നെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓൾറെഡി പ്ലേസ്ഡ് ആണ്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ F5 കളിച്ചപ്പോൾ F4 കളിക്കുകയാണ്. F4 ബ്ലണ്ടർ. ഇത്തരമൊരു മൂവ് നക്കാമുറ കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിശ്വസനീയമാണ് ആ ഒരു ടൈമിൽ. കാരണം കാൻഡിഡേറ്റ് പോലുള്ള ഒരു ടൂർണമെന്റിൽ F5 പോലുള്ള ബ്ലണ്ടർ കളിക്കുക എന്ന് പറയുന്നത് വളരെ ഇതാണ്. സോ ആ ടൈം തന്നെ പാസീവ് ആയിരുന്ന ബിഷപ്പിനെ വിദിത് ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പ് B6 അവിടെ ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ആ പിന്നിലിരിക്കുന്ന പീസിനെ പ്രഷർ ചെയ്യാണ് ഇനി നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്നിട്ട് ആ നൈറ്റിലേക്ക് ഒരു പ്രഷർ കൊടുക്കുകയായിരിക്കും പ്ലാൻ ചെയ്യുക. സോ ഇവിടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. സോ കിങ് F2 കളിക്കുകയാണ്. കിങ് F2, F ഇൻറ്റു E5 കളിക്കുകയാണെങ്കിൽ നൈറ്റ് D5 തന്നെ ആയിരിക്കും വരിക. അന്നേരം G3 കളിക്കുകയാണെങ്കിൽ ദെൻ ബിഷപ്പ് ടേക്സ് E3, കിങ് H1, ക്വീൻ G5 ഫോളോഡ് ബൈ മേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടാവും. അത് അത്ര നല്ലതല്ല വൈറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വേരിയേഷൻ അവോയ്ഡ് ചെയ്യുന്നു. ദെൻ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാണ്ട് C4 കളിക്കുകയാണെങ്കിൽ ബിഷപ്പിന്റെ E2 ക്യാപ്ചർ ചെയ്യുകയും ക്വീനിന്റെ E2 വരുന്ന സമയത്ത് ദെൻ നൈറ്റിനെ വീണ്ടും ഒരു അറ്റാക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുക. അന്നേരം C4 പോൺ ക്യാപ്ചർ ആവുകയും ഫോളോഡ് ബൈ ആ ഒരു പ്രഷർ പിന്നെയും ഉണ്ടാവുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ കിങ് F2 കളിക്കുകയാണ്. കിങ് F2 കളിച്ചാൽ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്നു. നൈറ്റ് D5ലേക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നൈറ്റ് D5ലേക്ക് വന്നിട്ട് E3 ഇരിക്കുന്ന നൈറ്റിനെ പ്രഷർ ചെയ്യുകയാണ് വിദ്യുത്ത് അവിടെ ചെയ്തത്. റൂക്ക് H1 ഒരു ചെക്ക് കൊടുക്കുന്നു. കൗണ്ടർ അറ്റാക്ക് വരുത്താനുള്ള ഒരു ശ്രമമാണ്. G8ലേക്ക് മൂവ് ചെയ്യുന്നു. F ഇൻറ്റു ഫൈനലി ആ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാണ് നാക്കാമുറ. ദെൻ ഇപ്പൊ നമുക്കറിയാം നിലവിൽ ആ E3 നൈറ്റിലേക്ക് 2 അറ്റാക്കർ ഓൾറെഡി ഉള്ളതാണ്. അവിടെ 2 ഡിഫൻഡർമാരാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. കിങ്ങും ആൻഡ് ബിഷപ്പുമാണ് നിലവിലുള്ള ഡിഫൻഡർമാരുള്ളത്. അവിടേക്ക് വിദിത് ഒരു പ്രഷർ കൂടെ കൊടുക്കുകയാണ്. ക്വീൻ G5. ക്വീൻ G5 നമുക്കറിയാം 3 അറ്റാക്കർ ഓൾറെഡി ആ നൈറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ദെൻ അതിനുശേഷം ഇനിയൊരു F4 എന്ന് പറയുന്ന ഒരു മൂവ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നാം. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെക്ക് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി. F5 കളിച്ചിട്ട് നമ്മൾ ആ ഒരു ഡയഗണൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പോണന്റ് കൗണ്ടർ പ്ലേ കിട്ടുന്നത് കൊണ്ട് തന്നെ അത്തരം ഒരു വേരിയേഷൻ അവോയ്ഡ് ചെയ്യുന്നു. ക്വീൻ G5, കിങ് E1ലേക്ക് മൂവ് ചെയ്യാണ്. E1ലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ബിഷപ്പിന്റെ E3 കളിക്കുന്നു. ദെൻ C1 ബിഷപ്പ് അറ്റാക്കിലാണ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും വൈറ്റിന്റെ ക്യാമ്പിലെ ബിഷപ്പോ നൈറ്റോ റൂക്കോ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല.
ബിഷപ്പ് ഇൻറ്റു G4 കളിക്കുകയാണ്. ക്വീൻ ഇൻറ്റു G4 കളിക്കുന്നു. കിങ് വീണ്ടും സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട്. കാസിൽ ചെയ്ത് സേഫായ കിങ്ങിനെ പിന്നെയും സെന്ററിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. ബിഷപ്പ് ഇൻറ്റു E3, നൈറ്റ് ഇൻറ്റു E3. ഇവിടെ ക്വീൻ അറ്റാക്കിലാണ്. അപ്പൊ ഈ ക്വീൻ അറ്റാക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ ക്വീനെ രക്ഷപ്പെടുത്തേണ്ടതായിട്ട് ക്വീൻ E2 കളിക്കുകയാണ് നക്കാമുറ. ക്വീൻ G3 കളിച്ച് വീണ്ടും ഒരു ചെക്ക് കൊടുക്കുന്നു. കിങ് D2, റൂക്ക് D8. ഇതൊരു ഫൈനൽ മൊമെന്റിലേക്ക് എത്തുകയാണ്. അന്നേരം പുതിയൊരു പീസിനെ കൂടെ കളിയിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്നു. റൂക്ക് D8, കിങ് C1ലേക്ക് മൂവ് ചെയ്യാണ്. ക്വീൻ G5, സ്ട്രോങ് ത്രെഡ്. കാരണം അവിടെ ഡിസ്കവേർഡ് ചെക്ക് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിസ്കവേർഡ് കൊടുത്തതിന് ശേഷം അറ്റാക്ക് ചെയ്യാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. സോ അതുവഴി ഒരു മേറ്റ് ക്രിയേറ്റ് ആവും. B3 കളിക്കണം എസ്കേപ്പിംഗ് സ്ക്വയറിന് വേണ്ടി. സോ ഫൈനൽ മൂവ്, ആ മൂവോട് കൂടി വൈറ്റ് റിസൈൻ ചെയ്യാണ്. നൈറ്റ് F1 ചെക്കാണ്. നിലവിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇത്തരം സ്ട്രോങ് കളിക്കാർ കാൻഡിഡേറ്റ് പോലുള്ള ടൂർണമെന്റുകൾ കളിക്കുമ്പോൾ സ്ട്രോങ് GMs കളിക്കുമ്പോൾ അവരെല്ലായ്പ്പോഴും ശ്രദ്ധിക്കാം, മെയ്റ്റ് മാത്രമല്ല മെറ്റീരിയൽ ലോസും അവരെ ഗെയിമിനെ വളരെയധികം എഫക്ട് ചെയ്യാറുണ്ട്. ഇൻ കേസ് ഇവിടെ ഇപ്പോ കിങ് B2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് G3ലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ഫോർക്ക് വരുന്നതാണ്. ആ ഫോർക്കോട് കൂടി തന്നെ വൈറ്റിന്റെ ഒരു പീസ് നഷ്ടപ്പെടുന്നതാണ്. പിന്നെ തുടർന്ന് ഗെയിം ലോസിലേക്ക് പോവുകയും ചെയ്യും. അത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ പൊസിഷൻ വളരെയധികം മൈനസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം നക്കാമുറ റെസിഗ്നേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. വളരെ മനോഹരമായ ഗെയിം, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സൈനിങ് ഔട്ട്, ഉണ്ണികൃഷ്ണൻ, നാഷണൽ ഡിസ്ട്രിക്ട്.